എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഈവനിങ് ടു നൈറ്റ് വരെയുള്ള വ്ളോഗാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ആക്ച്വലി ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടൈമില്ലായിരുന്നു. ഇന്ന് എനിക്ക് രാവിലെ മുതൽ ഉച്ച വരെ ഒരു 11:45 വരെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അറബിക്കായിരുന്നു കേട്ടോ എക്സാം. അപ്പം നിങ്ങൾക്ക് ഏതാണ് എക്സാം നിങ്ങൾ കമൻറ്റ് ആക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഇൻട്രോ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് പാടത്തു നിന്നാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എക്സാമൊക്കെ സ്റ്റാർട്ടാക്കി നിങ്ങൾ കമൻ്റ് ആക്കുക. അപ്പം നമ്മുടെ കൂടെ ഇന്ന് വീഡിയോക്ക് നാമയുണ്ട് ഗൈസ്. ഹായ് പറഞ്ഞോ. ഹലോ ഗൈസ് പറയും. ഹലോ ഗൈസ്. ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. This is our പാടം. വാവ്, മറ്റേ പച്ച എന്ത് രസമുണ്ട് ഗൈസ് കാണാൻ, ചുറ്റും പച്ചപ്പ്. ഹായ് പറഞ്ഞ. ഹായ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇവിടുത്തെ പാടത്തെ ഞാൻ തോട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് തോട്ടിലോട്ടാണ്. ആൻഡ് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു തോടാണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിയെടുക്കണം. കുറച്ചും കൂടി വെള്ളം അവിടെ നിന്നോ. അപ്പോൾ ഇവിടുത്തെ വെള്ളം കുറച്ചുകൂടി വെറ്റി കഴിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് പോകുമ്പോൾ അവിടെ അടിപൊളിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ തോട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തോട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഫൈനലി നമ്മൾ തോടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളിവിടുത്തെ തോട്. ആൻഡ് ഇത്രത്തോളം വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയും കുറേ വറ്റാനുണ്ട്. അതായത് ഇപ്പോൾ വേനലിൻ്റെ തുടക്കമല്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ വരെ ജസ്റ്റ് ഞാൻ കാണിച്ചിരുന്നുള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ പാടം മാത്രമായിട്ടുള്ളൊരു ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഗൈസ് നിങ്ങളെല്ലാവരും കാണുക. അങ്ങനെ ഇനി നമുക്ക് ഇവിടെ അധികം നിൽക്കണ്ട. അപ്പം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തോട് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ തോടിൻ്റെ തലഭാഗം മാത്രം കാണിച്ചു തന്നിട്ട് ഇനിയും അങ്ങോട്ട് കുറേ ചുറ്റാണ്ട് അടിപൊളിയാണ്. കുറച്ചും കൂടെ ഒരു മധ്യവേനലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് തോട്ടേക്ക് ഇറങ്ങാനൊക്കെ പറ്റും. ഓരോ ഭാഗത്തത്തെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ ഭാഗത്തത്തെ വെള്ളം അങ്ങനെ വറ്റാറില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിന് മുറ്റത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു തട്ടായിട്ടാണ് ഞങ്ങളിവിടെ പറമ്പുള്ളത്. അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പാടം കാണാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് സ്നോ വീണ പോലെ തോന്നുന്നില്ലേ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉന്നക്കായൻ്റെ മരമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ പരമാവധി സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഇലകളൊന്നും ഇല്ലാതെ വെറും കമ്പ് മാത്രം. അപ്പോൾ ഇതൊരു ഒരു പഴത്തിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ഞി, അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞൊരു കായ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് തലക്കണിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളവിടെ എന്താണ് ഇതിന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ആക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വാട്ടർമെലൺ സ്പൈക്കാണ്. നമുക്ക് സ്പൂണൊന്നും ശരിയാവില്ല. നമുക്ക് കൈ വെച്ചിട്ട് വയ്ക്കാം. എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. നമ്മൾ വീട്ടിൽ വാട്ടർമെലൺ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഞാൻ വാട്ടർമെലൺ കട്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കഴിക്കുന്ന ബത്തൊക്കെ ഞാൻ നോമ്പ് തുറന്നതിന് ശേഷം എടുത്തതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടൈമില്ലാത്തത് കാരണം നോമ്പ് തുറക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാനിങ്ങനെ ബത്തൊക്കെ എടുത്തതാണ്. ഞാനപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എക്സാമൊക്കെ ആണല്ലോ. അപ്പം ഞാൻ പഠിക്കാനിരിക്കുകയാണ്. ഞാൻ എപ്പോൾ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ കൈക്ക് പെന്നോ പെൻസിലോ ഉണ്ടാവും. എനിക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ച് കുത്തണം. ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റഡി ടേബിൾ. ഇനി ഇതിൻ്റെ മേക്ക് ഓവറിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങളെ കാണാം. ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ടെഡിയാണ് ഗൈസ് ഇത്. ആൻഡ് ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഒരു ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ മൂഡ് ട്രാക്കറിൽ ഓരോ കളേഴ്സ് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു
ഒരു ഇൻഡിക്കേറ്റർ പോലെ അവിടെ ഞാൻ എഴുതണം എന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ഞാനത് മറന്നുപോയി. അപ്പോൾ അത് ഞാൻ ഈ കളേഴ്സ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇതിൽ ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ കളേഴ്സ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ റമളാൻ പ്ലാനർ കാണാത്തവരാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഷോർട്സ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ പേപ്പറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജേർണലാണ്. അപ്പോൾ ഇത് ഞാൻ റീസെൻ്റ്ലി ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഡയറി. ഇതിന്ന് തന്നെ വർക്കായിരുന്നു ഈ സോങ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് പോലെ ഒരു ജേർണൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിന്നറായിട്ട് വന്നിട്ടുള്ളത് മസാല ദോശയാണ്. നല്ല ക്രിസ്പി മസാല ദോശയാണ് കേട്ടോ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവുന്നത് എന്തപ്പോൾ ഈ ഒരു ടൈമിൽ ഗുഡ് മോർണിംഗ്, അതായത് ഈവനിങ് ടു നൈറ്റ് വ്ളോഗിൽ എന്താണ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പാടത്ത് വന്നിട്ട് എടുത്തതിന് ശേഷം ഞാൻ നല്ല ഫുഡ് കഴിക്കണ വരെ പിന്നെ ഞാൻ കുറച്ച് ജേർണലൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് പഠിക്കാണ്ടായിരുന്നു. ആൻഡ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലത്തെ വ്ളോഗിൽ ഇന്നത്തെ കാര്യം കൂടെ കൂട്ടി ചേർക്കാമെന്ന്. അപ്പം ഞാൻ എണീറ്റു ഒന്ന് റെഡിയൊക്കെ ആയി ഫ്രഷായി വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു നിങ്ങൾക്ക് കുട്ടി സ്കിൻ കെയർ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് 2 പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഞാനൊരു കുഞ്ഞ് സ്കിൻ കെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. പിന്നെ നോക്കി എൻ്റെ സ്കിൻ കെയർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഒലേൻ്റെ കാണുന്നുണ്ടോ, ഒലേൻ്റെ ഒരു ഡേ ക്രീമാണ്. മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീനുള്ള ഒരു ക്രീമാണിത്. അപ്പോൾ ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യാണ്. ഞാൻ എന്നൊന്നും ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാറില്ല. പിന്നെ സ്കൂൾക്ക് പോകുമ്പോൾ ഞാനിതൊന്നും ഇടാറുണ്ട്. ആൻഡ് ഇങ്ങനെ വീട്ടിലുള്ള സമയത്ത് സ്കിൻ കെയർ പോയി എണീക്കൽ തന്നെ 10 മണിക്കാണ്. ബട്ട് ഇന്ന് എന്തോ ഭാഗ്യം ഉണ്ടായതുകൊണ്ട് നേരത്തെ എണീക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും എന്തിനാണെങ്കിൽ ഇതുവരെ ഡോട്ട് ആക്കിയിട്ടിടും. ഈ ഒരു മിനി ലിപ് ബാമാണ് ഹിമാലയൻ്റെ. ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളൂ. ബട്ട് ഞാൻ ഇതിന് മുമ്പ് ഇതൊന്ന് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ലിപ് ബാം. പിന്നെ ഞാൻ എൻ്റെ ഒപ്പം വന്നപ്പോൾ എനിക്ക് മറ്റേ എന്താണ് പ്ലമ്മല്ല, എനിക്ക് പേരിട്ടിരുന്നില്ല, ലെബെല്ലോൻ്റെ ലിപ് ബാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനന്ന് മൂന്നാർക്ക് പോണ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നാമി അവിടെ കുരങ്ങനെ കണ്ടിട്ട് അതിന് എൻ്റെ ലിപ് ബാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് എങ്ങനെ അറിയില്ല, അവളെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലിപ് ബാം അപ്ലൈ ആക്കാണ്. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ കുട്ടി സ്കിൻ കെയർ. അങ്ങനെ ഒന്നും എൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ നൈറ്റത്തെ ക്രീമാണ്. പിന്നെ ഇത് നമ്മൾ യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫേസ് ഒന്ന് വാഷ് ആക്കണം. അപ്പം ഞാൻ സെറ്റഫില്ലിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഫേസ് വാഷ് ആക്കിയിട്ടുള്ളത്. ഒരു നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ളൂ. ബട്ട് എൻ്റെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആക്കുക. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം, എൻ്റെ ഇങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ആക്കുക. നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ തന്നെ വീഡിയോസിനുള്ള കണ്ടൻറ്റ് ഷെയർ ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.